Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് ഒരു തവി വെച്ചിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ഈ ഒരു ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു കളർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു പ്ലം കേക്കിനും നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ നല്ലൊരു ബ്രൗൺ കളറായി വരണം. എന്നാലും ഷുഗർ ഒട്ടും കരിയാനും പാടില്ല. ഒരുപാടങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലം കേക്കിൻ്റെ ടേസ്റ്റിലും ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി നല്ലൊരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് വിട്ട് നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ദേഹത്തേക്കൊക്കെ തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുഖത്തൊന്നും തെറിച്ച് വീഴാതെ നമ്മൾ കുറച്ചൊന്ന് വിട്ട് നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് കാരമലൈസ് ആയ ഷുഗറൊക്കെ പെട്ടെന്ന് അങ്ങ് കട്ടയായി പോകുന്ന പോലെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോഴേക്കും മെൽറ്റായി വന്നോളും. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് ബ്ലാക്ക് റൈസിൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളൊരു 1/2 കപ്പിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലം കേക്കിൽ ഏറ്റവും കൂടുതലുണ്ടാവുക ബ്ലാക്ക് റൈസിൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതൊരു 1/2 കപ്പിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും കുറവാണ് നമ്മൾ ബ്രൗൺ കളറിൽ റൈസിൻസ് ചേർത്ത് കൊടുത്തത്. അത് ഞാനിപ്പോൾ ഒരു 1/4 കപ്പിൽ താഴെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡേറ്റ്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജാമും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റും ആയി കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് ഇത് പതിയെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒരുപാട് അങ്ങ് വറ്റിപ്പോകാൻ പാടില്ല. എന്നാൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയും വരണം. നന്നായിട്ട് അങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓറഞ്ച് സെസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഷുഗർ കാരമലൈസ് ചെയ്തതിൽ കിടന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനെ തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നോളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിന് 1-2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വന്നോളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതിയാവും. അപ്പം നമ്മൾ കൂടുതൽ ടൈമൊന്നും വെക്കുന്നില്ല. അപ്പോൾ തന്നെ കേക്ക് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കുമ്പോൾ അത് 1/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. 2-3 തവണയായിട്ട് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോൾ 1-2 തവണയായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തു, വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു, അതിനുശേഷം വീണ്ടും ചേർത്ത് കൊടുത്തു. അങ്ങനെ 2-3 തവണയായിട്ടാണ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചതും മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതിയാവും.
അപ്പോൾ ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രാമ്പും കറുവാപ്പട്ടയും ജാതിപത്രിയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ പൗഡറാണ്. അതൊരു 1/2 ടീസ്പൂണിന് താഴെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് അടിച്ച് നമുക്ക് ഈ ഒരു മുട്ടയൊക്കെ ബീറ്റ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തവണയൊന്നും അരിച്ചെടുക്കുന്നില്ല. ഒരു തവണ മാത്രമേ ഇതെല്ലാം കൂടി അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തതിൽ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അപ്പം തന്നെ എടുക്കുന്നത് കൊണ്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തപ്പോൾ അതിൽ കിട്ടിയ ഷുഗർ സിറപ്പ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷുഗർ സിറപ്പ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് തിക്കായി പോയാൽ നമ്മുടെ കേക്ക് ഭയങ്കര കട്ടിയായി പോകും. നമ്മുടെ ഈ ഒരു കേക്ക് മിക്സ് ഒരുപാട് ലൂസായി പോയാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങ് താഴെയായി പോകും. അപ്പോൾ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ആ ഒരു പാകത്തിന് വേണം നമ്മൾ കേക്ക് മിക്സ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യമേ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, എന്നാലും ഒരുപാട് തിക്കും അല്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കേക്ക് മിക്സ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1-2 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇത് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, കേക്കിൽ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ കാഷ്യൂനട്ട് റൈസിൻസ് ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ബ്ലാക്ക് റൈസിൻസും അതിന് മുകളിലിട്ടിട്ട് കേക്ക് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ നമ്മൾ ഒരു 50 മിനിറ്റ്സാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പ്ലം കേക്ക് കട്ട് ചെയ്യുമ്പോൾ റെഡിയാക്കി എടുത്ത് അന്ന് തന്നെ കട്ട് ചെയ്യുന്നതിനേക്കാളും 1-2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്